നമസ്കാരം. പശ്ചിമേഷ്യയിൽ സംഘർഷം ദിനം പ്രതി രൂക്ഷമാകുന്നതിനിടെ ആഗോള ശക്തി സമവാക്യങ്ങളെ തന്നെ ബാധിക്കാവുന്ന പുതിയ വെളിപ്പെടുത്തലുകളാണ് പുറത്തെത്തുന്നത്. റഷ്യ ഇറാനിലേക്ക് ഘട്ടം ഘട്ടമായി ഡ്രോണുകൾ രഹസ്യമായി എത്തിക്കുന്നതായാണ് സൂചന. മരുന്നുകളും ഭക്ഷണവും ഉൾപ്പെടുന്ന മാനുഷിക സഹായങ്ങളോടൊപ്പം സൈനിക സാങ്കേതിക വിദ്യയും കൈമാറുന്നുണ്ട് എന്നാണ് റിപ്പോർട്ടിലെ പ്രധാന കണ്ടെത്തൽ. അമേരിക്ക ഇസ്രയേൽ സംയുക്ത ആക്രമണത്തിന് പിന്നാലെ വളരെ വേഗത്തിലാണ് റഷ്യയും ഇറാനും തമ്മിലുള്ള ഇടപാടുകൾ ശക്തമായത് എന്നാണ് സൂചന. പ്രത്യേകിച്ച് ഇറാൻ ഇതിനകം തന്നെ ഉക്രൈനിൽ ഉപയോഗിക്കാൻ റഷ്യക്ക് ഷാഹ്ദി പരമ്പരയിലെ ഡ്രോണുകൾ നൽകിയിരുന്നു എന്ന പശ്ചാത്തലത്തിൽ ഇപ്പോഴത്തെ അവസ്ഥ ഒരു റോൾ റിവേഴ്സ് ആയി വിലയിരുത്തപ്പെടുന്നു. അതായത് മുമ്പ് വിതരണക്കാരനായിരുന്ന ഇറാൻ ഇപ്പോൾ സാങ്കേതികമായി മെച്ചപ്പെടുത്തിയ സംവിധാനങ്ങൾ തേടുന്ന നിലയിലേക്ക് മാറിയിരിക്കുന്നു എന്ന സത്യം. എന്നാൽ ആ ആരോപണങ്ങളെ റഷ്യ ശക്തമായി നിഷേധിച്ചിട്ടുണ്ട്. റഷ്യൻ പ്രസിഡന്റ് വക്താവായ ദിമിത്രി പെസ്കോവ് വ്യാജ വാർത്തകൾ വ്യാപകമായി പ്രചരിക്കുകയാണെന്ന് പറഞ്ഞുകൊണ്ട് സൈനിക സഹായം നൽകിയെന്ന ആരോപണം പാടെ തള്ളിക്കളഞ്ഞു. അതേസമയം അസർബൈജാൻ വഴി 13 ടണ്ണിലധികം മരുന്ന് ഉൾപ്പെടെയുള്ള മാനുഷിക സഹായം ഇറാനിലേക്ക് അയച്ചതായും റഷ്യ ഔദ്യോഗികമായി സമ്മതിക്കുകയും ചെയ്തു. ഇതിലൂടെ മാനുഷിക സഹായത്തിന്റെ മറവിൽ കൂടുതൽ സങ്കീർണമായ ഇടപാടുകൾ നടക്കുന്നുണ്ടോ എന്ന സംശയം ശക്തമാവുകയാണ്. റഷ്യയുടെ ലക്ഷ്യം വെറും യുദ്ധ സഹായത്തിൽ ഒതുങ്ങുന്നില്ല എന്നും പാശ്ചാത്യ വിശകലനങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. ഇറാൻ ഭരണകൂടത്തിന്റെ രാഷ്ട്രീയ സ്ഥിരത ഉറപ്പാക്കുക എന്നതാണ് റഷ്യയുടെ വലിയ ലക്ഷ്യമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. സൈനിക സഹായത്തോടൊപ്പം സാമ്പത്തികവും സാങ്കേതികവുമായ പിന്തുണ നൽകിക്കൊണ്ട് ഇറാനെ ശക്തിപ്പെടുത്താനുള്ള ശ്രമമാണ് ഇതിനു പിന്നിൽ. ഇത് ഒരു പരസ്യ പ്രതിരോധ കരാറിലെത്താത്തതെങ്കിലും പ്രായോഗികമായി പ്രവർത്തിക്കുന്ന ഒരു തന്ത്രപരമായ സഖ്യത്തിന്റെ രൂപീകരണമായാണ് കണക്കാക്കപ്പെടുന്നത്. ഡ്രോണുകളുടെ പ്രാധാന്യം ഇവിടെ പ്രത്യേകിച്ച് ശ്രദ്ധേയമാണ്. ഇറാൻ ഇതിനകം തന്നെ ചെലവ് കുറഞ്ഞ എന്നാൽ കൃത്യതയേറിയ ഡ്രോണുകൾ ഉപയോഗിച്ച് യുദ്ധഭൂമിയിൽ വലിയ മാറ്റം സൃഷ്ടിച്ച രാജ്യം കൂടിയാണ്. 2023 മുതൽ റഷ്യ ഇറാനിയൻ ഡിസൈനുകൾ അടിസ്ഥാനമാക്കി സ്വന്തം ഡ്രോണുകൾ വൻതോതിൽ നിർമ്മിച്ചു വരികയാണ്. ഇപ്പോ അതേ സാങ്കേതിക വിദ്യയെ കൂടുതൽ മെച്ചപ്പെടുത്തി തിരിച്ചും ഇറാനിലേക്ക് എത്തിക്കുക എന്നതാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. പ്രത്യേകിച്ച് ഷാഹദ് 136 ഡ്രോണുകളുടെ പരിഷ്കരിച്ച പതിപ്പായ ഗെരാൻ 2 ഇറാനിലേക്ക് കൈമാറപ്പെട്ടേക്കാം എന്ന സൂചനകളുമുണ്ട്. ഈ ഡ്രോണുകൾക്ക് കൂടുതൽ ഭാരമേറിയ പ്ലേ ലോഡുകൾ വഹിക്കാനുള്ള കഴിവും ആന്റി ജാമിംഗ് സാങ്കേതിക വിദ്യയും മെച്ചപ്പെട്ട നാവിഗേഷൻ സംവിധാനങ്ങളും ഉള്ളതായി റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാട്ടപ്പെടുന്നു. ഇത്തരം സാങ്കേതിക പുരോഗതികൾ ഇറാന്റെ ഡ്രോൺ ശേഷിയെ കൂടുതൽ ശക്തിപ്പെടുത്തുകയും അതിനെ കൂടുതൽ അപകടകാരിയാക്കുകയും ചെയ്യാൻ സാധ്യതയുണ്ട്. അതേസമയം സൈനിക സഹായം ഡ്രോണുകളിൽ മാത്രം ഒതുങ്ങുന്നില്ല എന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട്. ഉപഗ്രഹ ചിത്രങ്ങൾ, ഇന്റലിജൻസ് ലക്ഷ്യമിടൽ സഹായങ്ങൾ, വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ എന്നിവയും റഷ്യ ഇറാനുമായി പങ്കുവയ്ക്കാൻ സാധ്യതയുണ്ട് എന്ന് ഇന്റലിജൻസ് വൃത്തങ്ങൾ വിലയിരുത്തുന്നു. 500 വെർബൽ ലോഞ്ചറുകളും 2500 മിസൈലുകളും ഉൾപ്പെടുന്ന ഒരു വലിയ വ്യോമ പ്രതിരോധ പാക്കേജ് പോലും റഷ്യ പദ്ധതിയിട്ടതായാണ് സൂചന. എന്നാൽ അമേരിക്കയുമായി നേരിട്ടുള്ള ഏറ്റുമുട്ടൽ ഒഴിവാക്കാൻ S-400 പോലുള്ള അത്യാധുനിക സംവിധാനങ്ങൾ നൽകുന്നതിൽ റഷ്യ ഇപ്പോഴും ജാഗ്രത പുലർത്തുന്നുണ്ട്. ഈ പശ്ചാത്തലത്തിൽ റഷ്യ ഇറാൻ ബന്ധം ഒരു സാധാരണ സഹകരണത്തിനപ്പുറം ആഴത്തിലുള്ള തന്ത്രപരമായ പങ്കാളിത്തത്തിലേക്ക് നീങ്ങുന്നതായാണ് വ്യക്തമാകുന്നത്. ഔദ്യോഗികമായി പരസ്പര പ്രതിരോധ കരാർ ഇല്ല എങ്കിലും ആയുധങ്ങൾ, സാങ്കേതിക വിദ്യ, ഇന്റലിജൻസ് എന്നിവയുടെ കൈമാറ്റം വർദ്ധിക്കുന്നത് ഈ ബന്ധത്തിന്റെ ശക്തിയെ വ്യക്തമാക്കുന്നുണ്ട്. ഇത് ലോക രാഷ്ട്രീയത്തിലെ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുള്ള ഒരു വികസനമാണ്.